ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ രാവിലെ മണികെട്ടുന്ന ക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ചിപ്പിമോളും ഒരുങ്ങിക്കഴിഞ്ഞു. ചേട്ടനും ഇവിടെ ഒരുങ്ങി. കുഞ്ഞാറ്റ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. നമ്മളിത് 7ാമത്തെ മാസം പോയി മണികെട്ടുന്നതാണ്. എല്ലാ മാസവും ചില മാസം ഞാനും ചേട്ടനും മാത്രമേ പോകത്തുള്ളൂ. അവർ സ്കൂളിൽ പോവും. ചില മാസം രണ്ടുപേരും വരും, അമ്മയൊക്കെ കാണും. ഇപ്പോൾ ഞാനും ചിപ്പിയും ചേട്ടനും മാത്രമേ ഉള്ളൂ. അവൾ കുഞ്ഞാറ്റ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോകാനായിട്ടൊക്കെ റെഡിയായി. ചേട്ടൻ വണ്ടി എടുക്കുന്ന കേട്ടോ. അങ്ങനെ കാറൊക്കെ എടുത്ത് നമ്മൾ കാറിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിൽ കേട്ടോ, രാവിലെ നല്ല ചൂടുമുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ചില്ലഞ്ചി പാലമാണ് കേട്ടോ ഇത്. നല്ല വ്യൂ ആണ് ഇവിടെ, നല്ല നല്ല വ്യൂ ആണ്. കാര്യം വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ചില ദിവസങ്ങളിൽ ഇവിടെ വന്ന് മക്കളുമായിട്ടൊക്കെ വന്നിവിടെ ഇരിക്കും. അപ്പോൾ ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അടുത്തുള്ളവരൊക്കെ വന്ന് വൈകുന്നേരമൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനും മോളും ഒരേ ഡ്രസ്സാണ് കേട്ടോ, പാവാട ഉടുക്കുകയാണ്. നമുക്ക് 3 പേർക്കും ഉണ്ട്, മൂത്താക്കും ഉണ്ട്. നമ്മൾ രണ്ടുപേരും അങ്ങനെ ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് പോവുകയാണ്. നല്ല തിരക്കും ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ നീണ്ടകര എത്തി കേട്ടോ. നീണ്ടകരയാണ് നിങ്ങളീ കാണുന്നത്. നീണ്ടകര പാടത്തിൽ കൂടി പോകണം. പാലം പണി നടക്കുകയാണ് കേട്ടോ. പാലമല്ല, അവിടെ റോഡ് ഫുൾ കംപ്ലീറ്റ് പണി നടക്കുകയാണ്. നല്ല ഇതായിട്ട് വരികയാണ് പാലം. ഒരു പാലം കൂടി അപ്പുറത്ത് വരികയാണ്. ആ പണിയാണ്. നമ്മൾ ആദ്യം പോകുമ്പോഴേ ഈ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോഴത്തേക്കും അവിടെ ആ കുറച്ച് ഭാഗത്ത് കൂടെയാണ് വണ്ടിയൊക്കെ പോകുന്നത്. ആ ഒരു സൈഡ് ഫുള്ള് മറ്റൊരു പാലം കൂടി പണിയുന്നതിൻ്റെ പണിയാണ് ഈ നടക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇനിയിപ്പോൾ അമ്പലം എത്താറായി. നല്ല ദൂരമുണ്ടല്ലോ. നമ്മൾ അങ്ങനെ ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ റോഡും വളരെ മോശമാണ്. കാര്യം പണി നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം എല്ലാ റോഡും സൈഡ് റോഡും തിരിച്ചൊക്കെയാണ് വിടുന്നത്. ഫുൾ റോഡ് മൊത്തം പണി നടക്കുകയാണ്. പിന്നെ റോഡും ശരിയല്ല. അപ്പോൾ നമ്മൾ പിന്നെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് ലേറ്റാവും. നമ്മൾ രാവിലെ ഇറങ്ങിയാലും എത്തുമ്പോൾ എന്തായാലും ഒരു നല്ല സമയമെടുക്കും. അങ്ങനെ നമ്മൾ നീണ്ടകര പാലമൊക്കെ കഴിഞ്ഞു. ഏകദേശം എത്താറായി കേട്ടോ. ഇനിതാ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടിയൊക്കെ പോയിട്ട് കഴിയുമ്പോഴത്തേക്കും വളഞ്ഞു കയറിയാൽ മതി. ഈ റോഡ് പണിയൊക്കെ നടക്കുമ്പോഴത്തേക്കൊക്കെ വരുമ്പോഴാണ് ഇത് കാര്യം. നല്ല പണി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് എങ്ങോട്ടാണ് പോകണമെന്ന് ഒരു എത്തുംപിടിയും കിട്ടത്തില്ല. അങ്ങനെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചിപ്പി ഉറങ്ങി കേട്ടോ. അവൾ കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കും ഉറക്കം കണ്ടെന്ന് പറഞ്ഞ് ബാക്ക് സീറ്റിൽ കിടന്ന് നല്ല ഉറക്കം. പിന്നെ എത്താറായപ്പോഴാണ് നമ്മൾ വിളിച്ചത്. അങ്ങനെ അമ്പലത്തിൻ്റെ ആ ഒരു ഇടവഴിയുണ്ട് ചേർന്ന് ആ ഒരു റോഡിലോട്ട് നമ്മൾ കയറി. നല്ല ബ്ലോക്കാണ് കേട്ടോ. അവിടെ വെള്ളിയും ചൊവ്വയൊക്കെ നല്ല തിരക്കാണ്. ആ ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും. റോഡും ബ്ലോക്കായിരിക്കും, വണ്ടികളും എല്ലാ ആളായിരിക്കും. പിന്നെ ഞായറാഴ്ച ദിവസവും ഹോളിഡേ ദിവസവും നല്ല തിരക്കായിരിക്കും. ഇതൊരു സ്കൂളാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ആ ഒരു കയറുന്ന റോഡിൽ ഇരിക്കുന്ന സ്കൂളാണത്. ഈ റോഡ് മൊത്തം പൊളിച്ചിട്ടേക്കണം കേട്ടോ. അങ്ങനെ പതുക്കെ പോകാനേ പറ്റത്തുള്ളൂ. ഇത് ഇനി ടാറിങ്ങിനാണോ അതോ മറ്റേ കോൺക്രീറ്റ് ഇടാനാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതും മൊത്തം പൊളിച്ച് ഇട്ടേക്കാണ്. അങ്ങനെ നമ്മൾ കയറി. ഇതുവഴി ഈ റോഡേ പോകുന്നതാണ്, അമ്പലത്തിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഇത്. ഓട്ടോകൾ എപ്പോഴും വരും. അവിടെ ബസ്സിൽ ഇറങ്ങിയിട്ട് ആൾക്കാർ ഓട്ടോ പിടിച്ചൊക്കെ വരും. പിന്നെ സ്വന്തം വണ്ടിയുള്ളവർക്ക് സ്വന്തം വണ്ടിയിൽ വരും. പിന്നെ ഏതൊക്കെ ബസ് അങ്ങ് അമ്പലത്തിൻ്റെ അങ്ങ് തന്നെ ചെല്ലും. അങ്ങനെ കുറച്ച് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലം എത്താറായി. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി ഉണ്ട് അമ്പലം ആവാനായിട്ട്. പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്തിടണം. ചില ദിവസം ഫുള്ളായിരിക്കും കേട്ടോ. ചില ദിവസം നേരെ ചെല്ലുമ്പോൾ ഒരു
ഇതിനകത്ത് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ചില സമയത്ത് അവിടെ നല്ല ഫുള്ളായിരിക്കും. തിരക്ക് വരുന്നതിനനുസരിച്ച് നല്ല ഫുള്ളായിരിക്കും. ഇന്നിപ്പോൾ നമ്മൾ നേരെ അങ്ങ് ചെന്ന് കേട്ടോ. വലിയ തിരക്കില്ല എന്നല്ല, പക്ഷേ എങ്കിലും വലിയ തിരക്കില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ചേട്ടൻ നേരെ തന്നെ മറ്റേത് നമ്മളിങ്ങ് വരുമ്പോൾ ചിലപ്പോൾ നല്ല ബ്ലോക്കായിരിക്കും. ഇവിടെ ഫുള്ള് നിറഞ്ഞിരിക്കും വണ്ടികളൊക്കെ. അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിലോട്ട് പാർക്ക് ചെയ്യാനായിട്ട് കയറി കേട്ടോ. അങ്ങനെ കയറി അത്യാവശ്യം അവിടെ കുറച്ച് ട്രാവൽസും കാറും എല്ലാമൊക്കെ ഉണ്ടായിരുന്നു. നല്ല കുറച്ചൊക്കെ ഫുള്ള് കിടക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയിൽ ചേട്ടൻ പാർക്ക് ചെയ്തപ്പം തന്നെ ബോട്ട് വന്നു. അങ്ങനെ നമ്മൾ അതിലോട്ട് കയറി കേട്ടോ. നല്ല വെയിലാണ്, എല്ലാവരും കുടയൊക്കെ പിടിച്ചായിരിക്കുന്നത്. നമ്മൾ കുടയും എടുക്കില്ല. അങ്ങനെ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നടന്ന് അമ്പലത്തിലേക്ക് നീങ്ങുകയാണ്. ബോട്ടിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരെല്ലാവരും പോവുകയാണ് കേട്ടോ. കാര്യം പെട്ടെന്ന് പോവുകയാണ്. അങ്ങനെ നമ്മൾ രസീതൊക്കെ വാങ്ങി അമ്പലത്തിൽ കയറി തൊഴുത് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ മണി കെട്ടി പ്രാർത്ഥിച്ച് അങ്ങനെ ഞാൻ മണി കെട്ടി. ഇതിൻ്റെ 7ാമത്തെ മണിയാണ് കേട്ടോ. 7ാമത്തെ മാസം വന്ന് കെട്ടുന്ന മണിയാണിത്. ഇനി അടുത്ത മാസം പോയി പൊങ്കാല ഇടണം, അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഞാൻ മണി കെട്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ മോക്കും മണി കെട്ടണമെന്നും പറഞ്ഞുകൊണ്ട് അവൾക്കും ഒരു മണി ഞാൻ വാങ്ങിച്ചു. അങ്ങനെ അവളും ആ മണി കെട്ടുകയാണ്. കെട്ടിടാനായിട്ട് അവൾക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ അവളെ കൈ പിടിച്ചിട്ട് മോൾ പറയണം ഒക്കെ പിടിച്ചു അമ്മ കെട്ടാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കെട്ടിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾ 3 പ്രാവശ്യം, അവൾ 3ാമത്തെ പ്രാവശ്യം കെട്ടുന്നത്. 3 പ്രാവശ്യമായിട്ട് നമ്മളിവിടെ വന്നപ്പോൾ 3 പ്രാവശ്യം അവർക്കൊരു പ്രത്യേകിച്ച് മണി വാങ്ങിച്ച് പൂജിച്ചിട്ട് മോളും കെട്ടിയായിരുന്നു. കുഞ്ഞാറ്റ ആദ്യ പ്രാവശ്യം വന്നപ്പോൾ അവൾ ഒന്ന് കെട്ടി. അങ്ങനെ നമ്മൾ മണിയൊക്കെ കെട്ടി. ഇത് 3 പ്രാവശ്യം ഈ മണിയും കൊണ്ട് നമ്മൾ ഈ ആലിന് ചുറ്റും വലം വയ്ക്കണം. വലം വെച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ഈ മണി കെട്ടാനായിട്ട്. ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ വീഡിയോ നമ്മൾ 3 പേരും വലം വയ്ക്കുകയായിരുന്നു. അപ്പം അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും വരുമില്ല. അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തില്ല. അപ്പോഴത്തേക്കും അവിടെ സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ ചില മാസം പോകുമ്പോഴത്തേക്കും നമ്മളെല്ലാ പ്രാവശ്യം പോകുമ്പോഴും അവിടെ കഞ്ഞി കാണും. കഞ്ഞിയും പയർ തോരനോ അങ്ങനെ എന്തെങ്കിലും കാണും. അത് നമ്മളിവിടെ നിന്ന് കഴിച്ചിട്ടായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം സദ്യ ഉണ്ടായിരുന്നു. കാര്യം ആ സമയത്ത് കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തൊരു കല്യാണ മണ്ഡപമുണ്ട്. അവിടെ വെച്ച് കല്യാണത്തിന് സദ്യ കൊടുക്കുന്നു. അപ്പം ഇപ്പുറത്ത് അമ്പലത്തിൽ വരുന്നവർക്ക് സദ്യ കൊടുത്തു. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് കടലിൽ പോയേ പറ്റുള്ളൂ. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ബാക്കിൽ നിന്ന് വരുന്നതേ ഉള്ളൂ. പെട്ടെന്ന് ഓടി അങ്ങ് പോവുകയാണ്. അങ്ങനെ കടലിൽ ഇറങ്ങിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ചോറ് കഴിച്ചപ്പോഴേ പറഞ്ഞു ഞാൻ കടലിൽ എനിക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കടലിൽ പോവുകയാണ്. അങ്ങനെ വിചാരിച്ച് പിന്നെ കൊണ്ട് കാണിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ ചേട്ടൻ പറഞ്ഞു ഇറങ്ങണ്ട, അവിടെ നിന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. അവളൊന്നും കേട്ടില്ല. അവളാ ഇറങ്ങാൻ വേണ്ടിയിട്ടോ പോക്കാണ് ഈ പോകുന്നത്. അങ്ങനെ ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. എനിക്ക് പക്ഷേ കടൽ കണ്ടാൽ ഞാൻ ഇറങ്ങുന്ന ആളാണ്. എനിക്കിഷ്ടമാണ് കടൽ. പക്ഷേ ഈ പാവാടയും ഉടുപ്പൊക്കെ ഇട്ടിട്ട് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പാടായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങിയില്ല. മോളിറങ്ങി. അവളെ പിടിക്കാനായിട്ട് ചേട്ടനും അവളും കൂടെയൊക്കെ ഇറങ്ങി കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവളെ കുറച്ച് റീൽസും വീഡിയോസൊക്കെ എടുക്കണമെന്ന് എന്നോട് പറഞ്ഞ് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എന്തൊക്കെ ഡാൻസോ എന്തൊക്കെ കാണിച്ചു. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞാനും അവിടെയൊക്കെ നിന്ന് എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നിന്ന് കടലിൻ്റെ കാറ്റും നല്ല രസമില്ല. നമ്മൾ കടലിൽ പോയി കഴിഞ്ഞാൽ പല സങ്കടങ്ങളും മറക്കുമെന്നാണ്. കടലിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് വേറൊരു വൈബാണ്. നമ്മളെ മനസ്സിൽ പിന്നെ വേറെ ഒന്നും തോന്നത്തില്ല. ആ കുറച്ച് നേരം എന്തോ ഒരു നല്ലൊരു അനുഭവമാണ് അല്ലേ? നിങ്ങൾക്കും അങ്ങനെയാണല്ലേ? പക്ഷെ എനിക്കങ്ങനെയാണ്. ഇങ്ങനെ കുറേ നേരം അവിടെ നിന്നു. അവളെ വിളിച്ചിട്ട് മക്കളെ പോവാം, ഒരുപാട് ലേറ്റായി നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞ് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അവൾ കയറുന്നേയില്ല. ഒരുപാട് നേരം അങ്ങോട്ടും അങ്ങനെ വിളിച്ചിട്ട് താണ്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. കുറച്ചും കൂടെ കഴിയട്ടെന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് തിരിച്ച് വന്നു. അപ്പോഴത്തേക്ക് കളിപ്പാട്ടം കണ്ട് പിന്നെ കളിപ്പാട്ടം വാങ്ങി. ഇതൊക്കെ ഒരു ദിവസത്തേക്കാണ്. വീട്ടിൽ കൊണ്ടുവന്നാൽ പിറ്റേന്നത് കാണില്ല. അങ്ങനെ അത് വാങ്ങിയപ്പോഴത്തേക്കും നമ്മളെ ബോട്ട് വന്നു കേട്ടോ. അപ്പുറത്ത്
ആൾക്കാരെ കൊണ്ടാക്കിയിട്ട് തിരിച്ചിവിടെ വന്നു. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ കയറി തിരിച്ച് നമ്മൾ ചില്ലഞ്ചി പാലം എത്തിക്കഴിഞ്ഞു. നമ്മളെ നാട്ടിലെത്തിയപ്പോൾ ഇതാ നല്ല മഴയും, നല്ല മഴ. വൈകുന്നേരമായി, നമ്മൾ 4 മണി അടുപ്പിച്ചായി വീടെത്തിയപ്പം. പിന്നെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ നല്ല ചൂടും വെയിലാണെന്ന്, പക്ഷെ എന്താ വൈകിട്ട് വീടെത്തിയപ്പോഴത്തേക്ക് നല്ല പെരുമഴ. അങ്ങനെ നമ്മൾ ചില്ലഞ്ചി പാലമൊക്കെ കഴിഞ്ഞു. ചില്ലഞ്ചി കഴിഞ്ഞ് നമ്മൾ വീടെത്താറായി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അവൾ ഉറങ്ങി, ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണീക്കാറായി. അങ്ങനെ നമ്മൾ നല്ല മഴ പെയ്തു കേട്ടോ, നല്ല മഴ പെയ്തു. അങ്ങനെ നമ്മളിതാ വീടിൻ്റെ മുകളിലോട്ട് ഏകദേശം വീട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീടെത്താറായി കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ മണികണ്ഠൻ അമ്പലത്തിൽ പോയ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ വീടെത്തി. കുഞ്ഞാറ്റ അവിടെ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്തൊക്കെ കൊണ്ടുവന്നെന്ന്. അവർക്ക് കുറച്ച് സാധനമൊക്കെ നമ്മൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീടെത്തി, കാറിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. നല്ല മഴയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.